ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തു യേശുവിന് ഏറ്റവും പ്രിയങ്കരരായ കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹ വന്ദനം. പരിശുദ്ധമായ വലിയ നോമ്പ്, വെടിപ്പോടെ നോമ്പ് നോൽക്കുക എന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണെങ്കിലും എന്തിനു വേണ്ടിയാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്? നമുക്കറിയാം, നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവായ സാത്താൻ്റെ നേരെയുള്ള തോൽക്കാത്ത ആയുധവുമാണ്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകുന്നവരാണ് നമ്മൾ. എന്നാൽ വെടിപ്പോടെ നോമ്പ് നോക്കുവാൻ അത് ജയത്തിൻ്റെ അടയാളവും ശത്രുവായ സാത്താൻ്റെ തന്ത്രങ്ങൾക്ക് നേരെയുള്ള തോക്കാത്ത ആയുധവുമാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം, ഈ ലോകത്തിൻ്റെ പോരാട്ടത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുവെങ്കിൽ മാത്രമാണ് നോമ്പ് ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നത്. കാരണം ഓരോ നമസ്കാരത്തിലും നമ്മൾ ചൊല്ലുന്നുണ്ട്, ആരുടെ നോമ്പാണ് അംഗീകരിക്കപ്പെടുന്നത്? നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നോമ്പിനെ കൈക്കൊണ്ടവനായ മശിഹ ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും കൈക്കൊള്ളണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിൽ തന്നെ വ്യക്തമാണ്, ആരും നോമ്പ് നോറ്റാൽ അല്ലെങ്കിൽ ആര് നോമ്പ് നോക്കിയാലും അത് കൈക്കൊള്ളുമെന്നല്ല. നീതിമാന്മാരുടെയും പുണ്യവാന്മാരും നോമ്പ് കാലങ്ങളിൽ അവരെ തന്നെ സൂക്ഷിച്ചതുപോലെ നമ്മളും നമ്മുടെ ജീവിതം തന്നെ ദൈവസന്നിധിയിൽ ഒരു വ്രതമാക്കി മാറ്റുവാൻ തക്കവണ്ണമുള്ള ഒരു സ്പിരിച്വൽ പ്രാക്ടീസാണ് ഓരോ നോമ്പും. ഈ നോമ്പ് നോക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് കിട്ടുന്നത്? നമ്മൾ ഓരോരുത്തരും എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഞാൻ ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് എന്താണ് കിട്ടുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ വലിയ ബോധവാന്മാരാണ്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, പിതാക്കന്മാർ അവരുടെ പ്രാർത്ഥനയിൽ അവരറിഞ്ഞ മനസ്സിലാക്കിയ സത്യം, വെടിപ്പോടെ നോമ്പ് നോക്കുന്നവൻ്റെ തലമുറ മാലാഖമാരുടെ സംഘത്തോടൊപ്പം കലർന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ വെടിപ്പോടെ നാം നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ തലമുറ മാലാഖമാരുടെ സംഘത്തോടൊപ്പം കലർന്നിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഈ ഒരു ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിൽ നോമ്പ് നോക്കാതെ പ്രാർത്ഥിച്ചാൽ പോരെ, പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ, പിന്നെ എന്തിനാണ് നോമ്പ് നോക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ ഈ നോമ്പിൻ്റെ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട്, പ്രാർത്ഥനയാൽ നാം ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുന്നുവെങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന 2 ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പറന്നെടുക്കുവാനുള്ള ഒരു വിശ്വാസിക്ക് ദൈവം നൽകിയിരിക്കുന്ന അവസരമാണ് ഈ നോമ്പുകാലം. കാരണം ചെത്തി വെടിപ്പാക്കലിൻ്റെ കാലം, ഒന്ന് സർവീസ് ചെയ്യുന്ന, ഒന്ന് റിപ്പയർ ചെയ്യുന്ന ഒരു കാലം എന്നാണ് ഈ നോമ്പ് കാലത്തെ ഒരു ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ. ഏതൊരു വസ്തുവിനും റിപ്പയറിങ് ആവശ്യമാണ്, അല്ലെ? ഏതൊരു വസ്തുവിനും ഒരു സർവീസ് ആവശ്യമാണ്. അതുപോലെ നമ്മെ തന്നെ ഒന്ന് സർവീസ് ചെയ്യാൻ, ഒരു ആത്മശോധന ചെയ്യുവാൻ, ഒന്ന് റിന്യൂ ചെയ്യുക, ഒന്ന് പുതുക്കപ്പെടുത്തി എടുക്കുവാൻ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നോമ്പ്. വീണ്ടും പഴയതിലേക്ക് പോകാൻ വേണ്ടിയല്ല. ഇറ്റ് ഇസ് എ ടൈം ഓഫ് റിന്യൂവൽ, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് എ ടൈം ഓഫ് റിപ്പൻറ്റൻസ്. ഇതൊരു ആത്മതപനത്തിൻ്റെ, ബോധപൂർവം പാപത്തെ തിരിച്ചറിയുകയും പാപത്തെ ആത്മതപനം ചെയ്ത് ഉപേക്ഷിക്കുകയും ചെയ്ത് റിപ്പൻറ്റ് ചെയ്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, റിന്യൂവൽ പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പ് കാലം മുഖാന്തരമായി തീരുന്നുവെങ്കിൽ മാത്രമാണ് നോമ്പ് എൻ്റെ തലമുറയുടെ മുൻപിൽ മാതൃകയുള്ളതായി തീരുന്നത്. സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനത്തിൻ്റെ 54 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനം ആകുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളാകണം. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ അന്യന്മാരും പരദേശികളുമാണ്. ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നപ്പോൾ യാതൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ തിരികെ പോകുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയുമില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ കാര്യമാണ്. എന്നാൽ ഈ പരദേശിയായിട്ട് പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളായിരിക്കണം. ദൈവീക ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളായിട്ട് എൻ്റെ തലമുറയുടെ മുൻപിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ ഭൗതികമായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ ഞാനൊരു നോമ്പുകാരനും എൻ്റെ ഉള്ളിൽ നോമ്പിൻ്റെതായ ഒരു ചെത്തി വെടിപ്പാക്കലുകളും ഒരു മാറ്റവും ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ, മാനസാന്തരവും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കലും ഒരു രൂപാന്തരവും ഒന്നും തന്നെ എന്നിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ, എന്താണ് ഈ പരദേശിയായി പാർക്കുന്ന ഈ വീട്ടിൽ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലമുറയുടെ മുൻപിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? നമ്മളെല്ലാം ഈ തലമുറയെക്കുറിച്ച് ഓർത്ത് ഏറെ ഭാരപ്പെടുന്നവരാണ്. ഈ തലമുറയ്ക്ക് എന്ത് സംഭവിക്കുന്നോർത്ത് ഏറെ സങ്കടപ്പെടുന്നവരാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്,
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇത് ദുഷ്കാലം ആകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പറയുകയാണ്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, പണ്ട് നമ്മളൊരു കുട്ടിയായിരുന്ന സമയത്ത് നമുക്കെല്ലാവരും ആ ഒരു 5-ാം ക്ലാസ്സൊക്കെ പ്രായമാകുമ്പോൾ നമ്മൾ ചിന്തിച്ച് കാണും, എനിക്ക് ഇത്രയൊക്കെ പ്രായമായി, എനിക്കെല്ലാം അറിയാം. എന്നാൽ നമ്മൾ തന്നെ ഒരു 15 വയസ്സ് 16 വയസ്സ് ഒരു 10-ാം ക്ലാസ്സിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും, അയ്യോ 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം എനിക്ക് എന്തറിയാമായിരുന്നു, അന്ന് ഞാനൊരു കുഞ്ഞായിരുന്നല്ലോ, ഇപ്പോഴാണ് എനിക്ക് എല്ലാം അറിയാവുന്നത്. അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസത്തിൽ എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം എനിക്ക് എന്തറിയാമായിരുന്നു. എന്നാൽ പിന്നീട് പ്രൊഫഷണൽ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ എന്തിന് ഇപ്പോൾ പോലും നമ്മൾ പരസ്പരം പറയുന്നത്, എനിക്കറിയാം, എന്നോടാരും ഒന്നും പറഞ്ഞു തരണ്ട. ഇത് ആത്മീയത ആത്മീയ ലോകത്ത് പോലും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും ഒന്നും ആവശ്യമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മൾ പുറമെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും തലമുറ ദൈവത്തെ അറിയാത്ത ഒരു തലമുറയായി മാറും. മുൻകാലങ്ങളിൽ വലിയ വിശുദ്ധന്മാർക്കൊക്കെ ജന്മം കൊടുത്ത ഫ്രാൻസും ഇംഗ്ലണ്ടും ഇറ്റലിയും ഒക്കെ ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ആരാധനാലയങ്ങൾ പോലും ശുഷ്കിച്ചു പോകുവാൻ കാരണം ഒരുപക്ഷെ ആത്മീയ മേഖലകളിലുള്ള ശോഷണങ്ങളാകാം. അതുപോലെ നമ്മുടെ തലമുറയെ ദൈവം അറിയുന്ന കുഞ്ഞുങ്ങളാകുവാൻ, ദൈവത്തെ അറിയുന്ന കുഞ്ഞുങ്ങളാകുവാൻ ഈ നോമ്പ് കാലത്ത് മാതാപിതാക്കൾ ഒരുക്കത്തോടുകൂടി നോമ്പ് നോക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം. കാരണം ഇത് ദുഷ്കാലമാണ്. ഈ ദുഷ്കാലത്തിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കാരണം എഫേസ്യ ലേഖനം 5 വാക്യം പറയുകയാണ്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ആകയാൽ ഇത് ദുഷ്കാലമാണ്. ഈ കാലഘട്ടത്തിൽ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കാൻ നോക്കേണ്ടത്. നമുക്കറിയാം, 1-2 വർഷങ്ങളായിട്ട് ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു നിസ്സാരക്കാരൻ എന്ന് നമുക്ക് തോന്നിയ ഒരു വൈറസ് സർവനാശം വിതച്ച് ലോകം മുഴുവൻ തൂത്തുവാരി നശിപ്പിച്ചപ്പോൾ, ശാസ്ത്രലോകം പോലും അടിയറവ് പറഞ്ഞപ്പോൾ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യവുമായിട്ട് വലിയൊരു സാമ്യം ഈ ഒരു കാലഘട്ടത്തിനുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 21-ാം വേദഭാഗം പറയുകയാണ്, വിശാല സ്ഥലത്തു നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മനുഷ്യരുടെ ശവങ്ങൾ വയലിലെ ചാണകം പോലെയും കൊയ്ത്തുകാരൻ്റെ പിമ്പിലെ അരിപ്പിടി പോലെയും വീഴും, ആരും അവയെ കൂട്ടിച്ചേർക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുക. തികച്ചും ഈ കാലഘട്ടവുമായിട്ട് വളരെ ഒരു സാമ്യമാണ്. വിശാല സ്ഥലത്ത് നിന്ന് പ്രായഭേദമന്യേ അനേകർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അനേക ജ്ഞാനമുള്ളവർ, അറിവുള്ളവർ, ദൈവഭക്തർ അല്ലാത്തവർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ലോകം കണ്ട പ്രശസ്തർ പലരും മാറ്റപ്പെട്ടപ്പോൾ വയലിലെ ചാണകം പോലെ ശവകൂമ്പാരങ്ങൾ വീണിരുന്ന സമയത്ത് പോലും ദൈവമേ, ഈ ഒരു കാലഘട്ടം ഒരു ദുഷ്കാലഘട്ടമാണ്. നമ്മളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഭൂമിയുടെ മുഖത്ത് നിർത്തിയിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ സ്ലീഹ പറയുന്നുണ്ട്, കാര്യവിചാരകനോട് ഈ മരത്തെ, ഈ അത്തിയെ വെട്ടിമാറ്റുക എന്ന് യജമാനൻ വന്ന് പറയുമ്പോൾ 1 വർഷം കൂടി നിൽക്കട്ടെ, അത് കായ്ച്ചെങ്കിലോ ഞാനതിന് തടമെടുക്കാം, ഞാനതിന് വളമിടാം, ഞാനതിന് വെള്ളം കോരാം എന്ന് പറയുന്ന ഒരു കർത്താവിനെ നമുക്ക്, ഒരു യജമാനനെ, ഒരു കാര്യസ്ഥനെ നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത്, ഒരു നോമ്പ് കാലം കൂടെ നിന്റെ ജീവിതത്തിൽ തരുമ്പോൾ വെട്ടിമാറ്റുന്നതിന് മുൻപ് ഒന്ന് തടമെടുക്കാൻ, ഒന്ന് വെള്ളം കോരിയുവാൻ, ഒന്ന് വളമിടാൻ എനിക്ക് ആത്മീകമായിട്ട് എൻ്റെ ആത്മാവിന്, എനിക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന്, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ തന്നെ ഒന്ന് ചെത്തി വെടിപ്പാക്കാൻ കർത്താവെ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ കുറവുകളെ അറിയുന്നവനായ ദൈവമേ, ഞങ്ങളുടെ സങ്കടങ്ങളെ അറിയുന്നവനായ ദൈവമേ, ഞങ്ങളുടെ പ്രതിസന്ധികളെ അറിയുന്നവനായ ദൈവമേ, ഞങ്ങളുടെ വഴക്കുകളെ അറിയുന്നവനായ ദൈവമേ, കലഹങ്ങൾ ഒഴിയാത്ത ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് ഇറങ്ങി വന്ന് അവിടുത്തെ
ജീവനദിയിൽ നിന്ന് ഞങ്ങളെ തന്നെ ഒന്ന് നനയ്ക്കണമേ. ഞങ്ങളുടെ അഹങ്കാരങ്ങൾ, ഞങ്ങളുടെ ഞാനെന്ന ഭാവങ്ങൾ, ഞങ്ങളുടെ ധാർഷ്ട്യങ്ങൾ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഞങ്ങളുടെ തോന്നലുകളെ കർത്താവ് ഒന്ന് വെട്ടി ഒതുക്കണമേ. കാരണം അവിടത്തേക്ക് മനസ്സാകുന്നുവെങ്കിൽ സുഖപ്പെടാം എന്ന് പറയുന്ന ആ ഒരു രോഗിയെപ്പോലെ കർത്താവെ മനസ്സാകണമേ. ഞങ്ങളുടെ ഉള്ളിലെ ഞാനെന്ന ഭാവത്തെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ നോമ്പ് കാലത്തിൽ ഒരു പുതുക്കത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ ഈ ഒരു കാലത്തെ പോലെ ഒരു കാലം നേരിട്ട് കാണുവാൻ ഈ കഴിഞ്ഞ തലമുറകൾക്കൊന്നും സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ഈ ഒരു കാലം കണ്ടിട്ട് വീണ്ടും പറയുകയാണ്, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ ബാക്കിയുള്ള വാക്യങ്ങൾ 23-ാം വാക്യം പറയുകയാണ്. യഹോവ പറയാണ് ഈ കാലഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത്. യഹോവ അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ ഗ്രഹിക്കുന്നതിൽ തന്നെ പ്രശംസിപ്പിൻ. നമ്മളോട് ഓരോരുത്തരോടുമായിട്ട് ഈ സന്ധ്യയിൽ കർത്താവ് പറയാ, നോമ്പിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന വിശ്വാസികളുടെ സമൂഹമേ, ധനവാനാണ് നീ എന്ന് തോന്നുന്നുവെങ്കിൽ നിന്റെ ധനത്തിൽ നീ പ്രശംസിക്കരുത്. ജ്ഞാനിയാണെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ നിന്റെ ജ്ഞാനത്തിൽ നീ പ്രശംസിക്കരുത്. ബലവാനാണെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ നിന്റെ ബലത്തിലും നീ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിലോ നിന്റെ ദൈവമായ കർത്താവിൽ മാത്രം നീ പ്രശംസിക്കുക. നീ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നത്. അവൻ്റെ ദയയിലും അവൻ്റെ ന്യായത്തിലും അവൻ്റെ നീതിയിലും അതിൽ തന്നെ പ്രശംസിക്കാൻ അല്ലാതെ ഈ ഭൂമിയിൽ ഒന്നുമില്ല. എന്നാൽ ഈ നോമ്പ് കാലത്തിൽ എവിടെയാണ് എനിക്കൊരു ശോധന? പരദേശിയായിട്ട് ഞാൻ ഈ പാർക്കുന്ന ഈ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എപ്പോഴാണ് എനിക്ക് കീർത്തനങ്ങളല്ലാതെ പോകുന്നത്? ഏതൊരവസ്ഥയിലാണ്? നോമ്പ് കാലത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, പ്രകോപനങ്ങളെ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ നേരിടാൻ സാധിക്കും. 2, പ്രലോഭനങ്ങളെ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കണം. 3, പ്രതീക്ഷകൾക്കൊത്ത് എങ്ങനെ വളരാൻ സാധിക്കണം. പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും പ്രതീക്ഷകളും ഒക്കെയുള്ള ഒരു ലോകമാണ്. വരും തലമുറയെക്കുറിച്ചും നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് വലിയ വലിയ ആശങ്കകളും വലിയ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പാലിക്കേണ്ടത്, പരീക്ഷണങ്ങളിൽ ജയിക്കാൻ നാം നമ്മെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പരീക്ഷണങ്ങളെ ജയിച്ചതിൽ ഏറ്റവും ഉത്തമ മാതൃക യേശു തമ്പുരാൻ തന്നെയാണ്. നോമ്പ് കാലത്ത് എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് തന്നെ പഠിപ്പിക്കുകയാണ്. ഈ നോമ്പ് കാലത്ത് കർത്താവ് ആരാണ് യേശു തമ്പുരാൻ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ആഗൽക്കർസായെ ജയിച്ചവൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കന്യകയുടെ ഉദരത്തിൽ ജനിച്ച് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ. എന്നാലും ലോകത്തിൽ വലിയൊരു ചോദ്യമാണ്, ആരാണ് യേശു? ഇന്ന് ഒരു ചോദ്യം ചോദിച്ചെങ്കിൽ എന്നെ നോക്കുക, ഞാനാണ് യേശു എന്ന് പറയുവാൻ തക്കവണ്ണം സ്ലീഹന്മാർ നടന്നു പോയപ്പോൾ അവരുടെ നിഴല് പോലും ഏറ്റവർ സൗഖ്യപ്പെട്ടു. കാരണം എന്തായിരുന്നു? ആ നിഴൽ ക്രിസ്തുവായിരുന്നു. ആ നിഴൽ ക്രിസ്തുവിൻ്റെതായിരുന്നു. ഈ കാലഘട്ടത്തിൽ യേശുവിനു വേണ്ടി ജീവിക്കുവാൻ, പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ മാത്രമേ ഞാനും നിങ്ങളും ക്രിസ്തുവായി മാറാൻ സാധിക്കുകയുള്ളൂ. ദാവീദ് 2 ശമൂവേൽ പുസ്തകം 7-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ അടിയന്റെ ഗൃഹവും ഇതാ അവിടുത്തെ തിരുമുൻപാകെ ഇരിക്കുന്നു, അടിയങ്ങളോട് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ എന്ന്. ഈ പരീക്ഷണങ്ങളുള്ള കാലഘട്ടത്തിൽ ഭവനത്തിൽ ഒട്ടേറെ പരീക്ഷണങ്ങളുണ്ട്. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് പല പ്രശ്നങ്ങളും നമ്മുടെ ഭവനത്തിലുണ്ട്. എന്നാൽ ദാവീദിനെ പോലെ പൂർണ്ണമായിട്ടും നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. ആകയാൽ അടിയന്റെ ഗൃഹവും ഇതാ അവിടുത്തെ തിരുമുൻപാകെ ഇരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് ആരുടെ മുഖത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ. നമ്മളോടും ഈ സന്ധ്യയിൽ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രതീക്ഷകളുണ്ട്. ഒരു മുഖത്തേക്ക് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ, വിശ്വാസത്തിൻ്റെ നായകനും
വരുത്തുന്നവനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. കാരണം അടുത്ത വാക്യം പറയാണ്, തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത്. നമ്മുടെ എല്ലാം മുൻപിൽ വലിയൊരു സന്തോഷം. നോമ്പുകാര, നോമ്പിൽ നിന്റെ സന്തോഷം എന്താണ്? ഓരോ ദിവസവും നടന്നെടുക്കുന്നത് ക്രിസ്തുവിൻ്റെ അടുക്കലേക്കായിരിക്കണം. നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ആ വലിയ നിത്യജീവൻ എന്ന അവകാശമാണ്. അതിനെ ഓർത്ത് ഈ ലോകത്തിൻ്റെ അപമാനങ്ങളെയൊക്കെ അലക്ഷ്യമാക്കിയിട്ട് കർത്താവ് താൻ ക്രൂശിനെ സഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ ഏറ്റെടുത്ത്, കർത്താവെ, ഒരു കുറേനക്കാരനാകുവാൻ എന്നെ നീ ശീലിപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ ശിക്ഷകളെ എല്ലാം ഞാൻ ഏറ്റെടുത്ത് ഒരു കുറേനക്കാരനെ പോലെ അവിടുത്തെ ക്രൂശിനെ വഹിച്ചുകൊണ്ട് ആ കുറേനക്കാരൻ നടന്നതുപോലെ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എന്നെ മാനിക്കുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും മാനിക്കുമെന്ന് ഓർമ്മിപ്പിച്ചവനായി അവിടുത്തെ വാക്യത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ലഘുവായും ചുരുക്കമായും അല്ല എന്നും, മറിച്ച് തന്നെത്താൻ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ നടക്കുവിനെന്ന് പറഞ്ഞ കർത്താവെ, അവിടുത്തെ പോലെ കുരിശ് വഹിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന കുരിശുകളെ, സഹനങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. എന്നാൽ പലപ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ ദൈവഹിതത്തിന് അപ്പുറമാണ്. നമ്മുടെ പ്രതീക്ഷകൾ, നമ്മൾ പ്രതീക്ഷകളുടെ മൗണ്ടനുകളിൽ താമസിക്കുന്നവരാ. അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ദൈവസന്നിധിയിൽ നമ്മുടെയും നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കണം. നമ്മളിൽ ഏറിയ പേരുടെയും പ്രത്യേകത, നമ്മൾ പലരും കഴിഞ്ഞ കാലത്ത് ജീവിക്കുന്നവരാ. കഴിഞ്ഞ കാലത്ത് എനിക്ക് നേടാൻ സാധിച്ചില്ല, കഴിഞ്ഞ കാലത്ത് ഞാൻ നഷ്ടപ്പെടുത്തി, ഇന്ന കോഴ്സ് പഠിച്ചാൽ മതിയായിരുന്നു, മക്കളെ ഇന്നതിന് വിട്ടാൽ മതിയായിരുന്നു, അങ്ങനെ ആയിരുന്നില്ല ഞാൻ ചെയ്യേണ്ടിയിരുന്നത് എന്നോർത്ത് ജീവിതത്തിൽ വലിയ നിരാശകളുള്ളവർ. മറ്റൊരു കൂട്ടരോ വരാനുള്ള കാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവർ, എന്തായിത്തീരും ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ മക്കളുടെ തലമുറ എന്തായിത്തീരും, ഇങ്ങനെയൊന്നും പോയാൽ എനിക്കറിയാം, എന്നെ അന്വേഷിക്കുന്നവരാരും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, എന്നാൽ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ കഴിഞ്ഞതിനെക്കുറിച്ചോ അല്ല, ഇന്നിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ബലഹീനതകളെ കൃപകളാക്കി മാറ്റണം. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബലഹീനതകളിൽ നിന്റെ കൃപ മതി എന്ന് പറയുന്ന പൗലോസ്ലീഹായെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കഷ്ടമോ നഷ്ടമോ രോഗമോ പീഡയോ വാളോ എന്ത് പ്രതിസന്ധി തന്നെ വന്നോട്ടെ, ഏത് പ്രതിസന്ധി വന്നാലും ബലഹീനതയെ തികഞ്ഞു വരുവാൻ ദൈവത്തിൻ്റെ കൃപ മതി. ഇതിനെല്ലാം തീർക്കുക എന്ന് പറയുന്നതല്ല ദൈവകൃപ, മറിച്ച് ഈ ബലഹീനതകളിലും സന്തോഷിക്കുക. ആയിരിക്കുന്ന അവസ്ഥയിലും പൗലോസ്ലീഹ പറയുന്നുണ്ട്, കഷ്ടമോ രോഗമോ വാളോ വന്നാലും ഞാൻ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നു. എപ്പോഴും സന്തോഷിപ്പിൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. കാരണം ഇവയെ അതിജീവിപ്പാൻ ദൈവകൃപയ്ക്ക് മാത്രമാണ് സാധിക്കുന്നത്. കാരണം വിശുദ്ധ വലിയ നോമ്പിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും യേശു തമ്പുരാൻ നോമ്പ് നോക്കുന്നത്. യേശു തമ്പുരാൻ എങ്ങനെയാണ് നോമ്പ് നോക്കുന്നത്? 4-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്ന്. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം ഉപവസിക്കുന്ന യേശു തമ്പുരാനെ ആത്മാവ് നിറഞ്ഞവനായിരുന്നു. പരീക്ഷണങ്ങളിൽ അതിജീവിക്കാൻ കർത്താവിന് സാധിച്ചത് ആത്മാവിൻ്റെ കൃപകൾ നിറഞ്ഞതുകൊണ്ടാണ്. ഇന്നും യേശു തമ്പുരാൻ അന്ന് അനുഭവിച്ച അതേ പരീക്ഷണങ്ങൾ തന്നെയാണ് സാത്താൻ ഇന്നും നമ്മളെ ചുറ്റിക്കുന്നത്. ഒന്നാമതായിട്ട് സാത്താൻ ചോദിച്ചത് ഈ കല്ലിനെ അപ്പമാക്കാൻ സാധിക്കുമോ എന്നാണ്. രണ്ടാമത് ചോദിച്ചത് ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടാൻ സാധിക്കുമെന്നാണ്. മൂന്നാമത് പറഞ്ഞത് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാനിതെല്ലാം നിനക്ക് തരാമെന്നാണ്. ഇന്നും ഇതേ പരീക്ഷണങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. എന്നാൽ ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ സാധിക്കാത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, നോമ്പുകാരാണ്. പക്ഷെ കൃപയിലാണോ നോമ്പ് അനുഷ്ഠിക്കുന്നത്? ഭക്ഷണത്തെ വെടിഞ്ഞു നോമ്പ് നോക്കുന്നത് മാത്രമല്ല നോമ്പ്, മറിച്ച് ഭക്ഷണത്തോടൊപ്പം തന്നെ വായെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? ആത്മവിചാരങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ വാക്ക് മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണെങ്കിൽ,
എൻ്റെ ഓട്ടം അത്യാർത്തി പൂണ്ട ഓട്ടമാണെങ്കിൽ ഒന്ന് പറയുകയാണ്, ഈ കല്ലിനെ അപ്പമാക്കി തീർക്കാൻ, ഈ കല്ലിനെ അപ്പമാക്കി തീർക്കാൻ വേണ്ടിയല്ലേ ഇന്നും നമ്മൾ പ്രയത്നിക്കുന്നത്. പലപ്പോഴും കുടുംബമായിട്ട് ജീവിക്കേണ്ട നമുക്ക് കുടുംബത്തിൽ സമയമില്ല. കാരണം എന്താണ്? കല്ലിനെ പോലും അപ്പമാക്കി തീർക്കുക. എന്നിട്ട് മക്കളോട് പറയും, നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനോ, കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാനോ, കുഞ്ഞുങ്ങളോടൊപ്പം അവരെ ഒന്ന് കേൾക്കാനോ ഒന്നും നമുക്ക് സമയമില്ല. കാരണം കല്ലിനെ പോലും നിക്ഷേപങ്ങളാക്കുകയാണ്, അപ്പങ്ങളാക്കി സൂക്ഷിക്കുകയാണ്. മന്ന പുഴുത്ത് തീരുന്ന ഒരു സമയം പോലെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകലതും ഒരു ഭൂമി കുലുക്കത്തിന്, ഒരിളക്കത്തിനേ ഉള്ളൂ എന്ന് കൊറോണ നമ്മളെ പഠിപ്പിച്ചതാ. എങ്കിലും സമ്പാദിക്കുക എന്ന വലിയൊരു പരീക്ഷകൻ്റെ പരീക്ഷണത്തെ ജീവിക്കാൻ നമുക്ക് വേണം. എന്നാൽ കണക്കിലുപരി ഞാൻ സൂക്ഷിക്കുമ്പോൾ അന്യൻ്റേതാണ് ഞാൻ സൂക്ഷിക്കുന്നത്. താനിടാത്ത മുട്ടയുടെ മുകളിൽ ഇരിക്കുന്ന തിത്തിരി പക്ഷിയോട് അവൻ സമനാണെന്നാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ഓർമ്മിപ്പിക്കുന്നത്. ഇന്നും പരീക്ഷണങ്ങളിൽ ഒന്നാമത് കല്ലിനെ പോലും അപ്പമാക്കുന്ന അത്യാർത്തി, എത്ര കിട്ടിയാലും തികയാത്ത ആർത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. 2, ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടാൻ രണ്ടാമതായിട്ട് പിശാച് പറയാണ്. ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുക. ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ നീ ദൈവപുത്രനെങ്കിൽ നിന്നെ അവൻ കയ്യിൽ വഹിക്കുമല്ലോ. ഇന്ന് നമ്മളുടെയും ആവശ്യം അങ്ങനെയാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ദൈവം പരമായിട്ട് തന്നിട്ടുണ്ട് എങ്കിലും നമുക്കെപ്പോഴും ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളാണ് വേണ്ടത്. കണ്ടീഷണൽ സ്നേഹമാണ്. എന്നാൽ ദൈവസ്നേഹത്തെ തന്നെ പറയുന്നത് അഗാപ്പേ എന്നാണ്. തമ്പുരാൻ അതിനെയും അതിജീവിക്കുകയാണ്. എനിക്കതിൻ്റെ ആവശ്യമില്ല, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. പലപ്പോഴും ദൈവമായ കർത്താവിനെ പരീക്ഷിക്കുന്ന വ്യവസ്ഥകൾ വെച്ചുള്ള പ്രാർത്ഥനകൾ, വ്യവസ്ഥകൾ വെച്ചുള്ള ജീവിത രീതികളിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട്, ദൈവമേ ഏതൊരവസ്ഥയിലും നിന്നെ സ്നേഹിക്കുവാൻ, കഷ്ടത്തിലും നഷ്ടത്തിലും രോഗത്തിലും പീഡകളിലും ഞാൻ കഷ്ടത്തിൻ്റെ അപ്പം തിന്നാലും ഞാൻ ഞെരുക്കത്തിൻ്റെ വെള്ളം കുടിച്ചാലും എൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നത്. 3 പറയുകയാണ്, വീണ് നമസ്കരിക്കുക. നമ്മൾ ചിന്തിക്കും, ഞാൻ എങ്ങും വീണ് നമസ്കരിക്കാൻ പോകുന്നില്ല കർത്താവേ എന്ന്. ആ ഫരീസനെ പോലെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ആരാധന കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ഇപ്പോഴും ഓൺലൈനാണ്. ദൈവികമായ കാര്യങ്ങളിലെല്ലാം നമ്മളിപ്പോൾ ഓൺലൈനാണ്. എന്നാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം നമ്മൾ ഓഫ്ലൈനാണ്. പൊതുനിരത്തുകളിൽ ഇറങ്ങുമ്പോൾ, മാളുകളിൽ ഇറങ്ങുമ്പോൾ, നമ്മുടേതായ പേഴ്സണൽ സന്തോഷങ്ങൾക്ക് പോകുമ്പോൾ ദൈവത്തെക്കാൾ കൂടുതൽ എന്തിനെ സ്നേഹിച്ചാലും അത് ദൈവത്തെക്കാൾ കൂടുതൽ മറ്റതിനെ വീണ് നമസ്കരിക്കുന്നതിനോട് തുല്യമാണ്. എന്നാൽ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നിന്നോട് സംസാരിക്കുവാൻ ഞാൻ എത്ര നേരം എടുക്കുന്നുണ്ട്? എൻ്റെ തലമുറയുടെ മുൻപിൽ എനിക്ക് പ്രാർത്ഥിപ്പാൻ, എനിക്ക് ധ്യാനിപ്പാൻ, എനിക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുവാൻ, കുടുംബ പ്രാർത്ഥന നടത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ എല്ലാം തന്നെ കൃപയുള്ള മക്കളായിട്ട് പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവത്തോട് ആലോചന ചോദിക്കുന്ന മാതാപിതാക്കളുടെ മക്കളെല്ലാം തന്നെ, തലമുറയെല്ലാം തന്നെ അനുസരണമുള്ള മക്കളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. വീണ്ടും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ശോധനകളെയും പിടിച്ചു നിന്ന് വിശ്വാസത്തിൽ അതിജീവിക്കുന്ന മാതാപിതാക്കളുടെ മക്കളെല്ലാം തന്നെ അനുസരണമുള്ള മക്കളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയൊരു അസ്വസ്ഥത വരുമ്പോഴത്തേക്കും ദൈവത്തെ തള്ളിപ്പറയുന്ന നമ്മളുടെ മക്കൾ ആവരുത് അവർ. മറിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ആയിരിക്കുന്ന അവസ്ഥയുടെ പരീക്ഷണങ്ങളെ അതിജീവിക്കുകയും ചെയ്യുവാൻ ഒന്നാമതായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കണം. രണ്ടാമതായി നാം ഓരോരുത്തരും ക്രിസ്തുവിന് പത്രങ്ങളായി തീരണം, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി തീരണം. കൊരീന്ത്യ ലേഖനം 2 കൊരീന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമാകുന്നു. പത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ സുതാര്യമാണ്. ഇറ്റ് ഈസ് വെരി പർപ്പസ്ഫുൾ, ഇറ്റ് ഈസ് വെരി അട്രാക്റ്റീവ്, ആരെയും ആകർഷിക്കുന്ന, ഇറ്റ് ഈസ് വെരി ട്രാൻസ്പെറൻറ്റ്, ആർക്കും മനസ്സിലാകുന്ന ഒരു പത്രം. നാം ഇന്ന് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ പത്രമായി തീരണം. ക്രിസ്തു എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറയണം. കാരണം എന്താണ്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തു തമ്പുരാൻ ദൈവരാജ്യത്തിൻ്റെ പത്രമായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ പത്രമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ടെന്നും ഞാൻ നിങ്ങൾക്ക് കാര്യസ്ഥനായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകാമെന്നും അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ കടുകുമണിയായും മുത്തുകളായും ഒക്കെ പുളിച്ച മാവായും ഒക്കെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിനെ പരിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും
ക്രിസ്തുവിന് പത്രമായി തീരണം. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ഇനി നമ്മളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ. ക്രിസ്തുവിൻ്റെ പത്രം 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പറയുകയാണ്, സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ പത്രം. ഈ നോമ്പ് കാലത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരുടെ അടുത്ത് നിന്ന്, വീട്ടിൽ തന്നെ ഇവിടെ നോമ്പാണ് എന്ന് പറയുമ്പോൾ സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഒരു പത്രമാണ് നമ്മൾ ഓരോരുത്തരും. നോമ്പുകാരാ, നീ നോമ്പോട് ചേർത്ത് നിന്നെ തന്നെ സമർപ്പിക്കുവാൻ എനിക്ക് സാധിക്കാതെ നോമ്പാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? മക്കളുടെ മുൻപിൽ നോമ്പിൻ്റെ ചര്യകളോടൊപ്പം തന്നെ നോമ്പിൻ്റെ പ്രാർത്ഥനകളെ നടത്തുവാൻ, കുമ്പിട്ട് നമസ്കരിപ്പാൻ മക്കളെ ശീലിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രമാകുന്നത്. ക്രിസ്തുവിനെ പോലെ താഴ്മ അവരെ പഠിപ്പിക്കുവാൻ ആദ്യം നമ്മളുടെ ജീവിതം തന്നെ ക്രിസ്തുവിൻ്റെ പത്രമാകണം. കാരണം ഇറ്റ് ഈസ് വെരി ഈസി ടു ഷോ ഡിഫറെൻറ്റ് മോഡൽസ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബി എ മോഡൽ എന്നാണ്. നമ്മൾക്ക് സ്വന്തം മാതൃകയാകാൻ മക്കളുടെ മുൻപിൽ സാധിക്കണം. പരിശുദ്ധ വേദപുസ്തകം തന്നെ ക്രിസ്തുവിൻ്റെ പത്രങ്ങളെ, ദൈവത്തിൻ്റെ പത്രങ്ങളെ കാണിക്കുന്നുണ്ട്. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം തരം തിരിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ ആരംഭം ഒരു പത്രമാണ്, പുതിയ നിയമത്തിൻ്റെ ആരംഭവും ഒരു പത്രമാണ്. പഴയ നിയമത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ കുടുംബ പത്രം എന്ന് പറയുന്നത് ആദാമിൻ്റെയും ഹൗവയുടെയും കുടുംബമാണ്. ആദമിൻ്റെയും ഹൗവയുടെയും കുടുംബം. രണ്ടാമത് പുതിയ നിയമം മുഴുവൻ ക്രിസ്തു യേശുവിൻ്റെ നസ്രത്തിലെ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധനായ യൗസേപ്പ് പിതാവിൻ്റെയും കർത്താവ് തമ്പുരാനും അടങ്ങുന്ന ഒരു കുടുംബവുമാണ്. ഈ 2 കുടുംബങ്ങളും ഈ ലോകത്തിന് മുൻപിൽ ദൈവത്തിൻ്റെ 2 പത്രങ്ങളാണ്. പഴയ നിയമത്തിലെ പത്രം, യഹോവയാം ദൈവം വലിയ ആഗ്രഹത്തോടുകൂടി തൻ്റെ രൂപത്തിലും ഛായയിലും ആദാമിനെ സൃഷ്ടിച്ചു. അവൻ ഏകനായിരിക്കുന്നത് കണ്ട് അത് നന്നല്ല എന്ന് മനസ്സിലാക്കി തക്കതായ തുണയെ കൊടുത്തു. തുണയെ കൊടുത്തു കഴിഞ്ഞ സമയത്ത് അവൻ പൂർണ്ണ സന്തോഷവാനായിരുന്നു. ഓരോ സമയവും ദൈവസന്നിധിയിൽ അവർ ഒരുമിച്ച് കടന്നു വന്നു. എന്നാൽ ലോകത്തിൻ്റെ മോഹം അവരെ കീഴ്പ്പെടുത്തിയപ്പോൾ ഒന്നാമതായിട്ട് അവർ ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാട്ടി. രണ്ടാമതായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചിരിക്കാമെന്ന് കരുതി. മൂന്നാമതായിട്ട് അവരുടെ തെറ്റുകൾ അവർ ദൈവസന്നിധിയിൽ മറച്ചു വെച്ചു. നാലാമതായിട്ട് അവർ സ്വയം നീതീകരിച്ചു. അഞ്ചാമതായിട്ട് അവർ ജീവിത പങ്കാളിയെ പഴിചാരി. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ പത്രമാണ് ദൈവത്തിൻ്റെതെന്ന് പറയുമ്പോൾ ഈ കുടുംബവുമായിട്ട് എൻ്റെ കുടുംബത്തിന് എൻ്റെ കഷ്ടതയിൽ, എൻ്റെ ഏകാന്തതയിൽ എന്നെ ദൈവം കൂട്ടിച്ചേർത്ത് ഒരു ജീവിത സഖിയുമായിട്ട് ചേർത്ത് നിർത്തി എനിക്കൊരു കുടുംബം നൽകി. എനിക്ക് ദാനമായിട്ട് മക്കളെ നൽകി. എന്നാൽ പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് പലപ്പോഴും അനുസരണക്കേട് ഞങ്ങൾ കാണിക്കാറുണ്ടോ? എന്നിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചിരുന്ന് പലപ്പോഴും എക്സ്ക്യൂസസ് പറയാറുണ്ടോ? പലപ്പോഴും നമ്മുടെ തെറ്റുകളെ മറച്ചു വെച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ ദേഷ്യത്തിലും നമ്മുടെ പരാതികളിലും സ്വയം നീതീകരിക്കാറുണ്ടോ? പലപ്പോഴും ജീവിത പങ്കാളിയുടെ മേൽ മുഴുവൻ പഴിയും ചാരാറുണ്ടോ? എന്നാൽ തികച്ചും വ്യത്യസ്തമാണ് പുതിയ നിയമത്തിലെ പത്രം. പുതിയ നിയമത്തിലെ പത്രത്തിൻ്റെ പേര് നസ്രത്ത് എന്നാണ്. പഴയ നിയമത്തിൻ്റെ പത്രം ഏദനാണെങ്കിൽ പുതിയ നിയമത്തിൻ്റെ പത്രം നസ്രത്താണ്. നസ്രത്ത് എന്ന കുടുംബത്തിൽ ആ മാതാപിതാക്കളാകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യൗസേപ്പ് പിതാവും പരിശുദ്ധ മറിയാമും അവർ ദൈവസന്നിധിയിൽ പൂർണ്ണ അനുസരണമുള്ളവരായിരുന്നു. വീണ്ടും അവർ ദൈവസന്നിധിയിൽ ഉണർവുള്ളവരായിരുന്നു. വീണ്ടും ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേൾക്കുന്നവരായിരുന്നു. ദൈവസന്നിധിയിൽ അത് കേട്ട് അനുസരിക്കുന്നവരായിരുന്നു. 4, ദൈവസന്നിധിയിൽ അവർ ജീവിത പങ്കാളിയെ ചേർത്ത് നിർത്തുന്നവരായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാകുന്ന പത്രത്തിൽ ദൈവസന്നിധിയിൽ നമ്മൾ എങ്ങനെയാണ്? ഉണർവുള്ളവരാണോ? ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ, കൽപ്പനകളെ മക്കളുടെ മുൻപിൽ അനുസരിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കാൻ അപ്പം നമ്മൾ ചിന്തിക്കും, ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെയാണ് കേൾക്കുക എന്ന്. ദൈവസന്നിധിയിൽ അല്പസമയമെങ്കിലും മൗനമായി ഇരിക്കുന്നവനെല്ലാം തന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവനാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരെ തന്നെ മുറിപ്പെടുത്താൻ തയ്യാറാവുകയാണ്. അവരെ തന്നെ മുറിക്കാൻ തയ്യാറാകുകയാണ്. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കുന്നതിന് യൗസേപ്പ് എന്ന പുരുഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അവനെ തന്നെ മുറിക്കാൻ കൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മ ഒരു കന്യകയായ പെൺകുട്ടിയാണ്. എന്നാൽ ദൈവത്തിന് വേണ്ടി അവളെ തന്നെ മുറിക്കുവാൻ തയ്യാറാകുകയാണ്. വീണ്ടും ജീവിത പങ്കാളിയെ ചേർത്ത് നിർത്തുന്ന
ഇല്ലായ്മയിലും വല്ലായ്മയിലും പോരായ്മയിലും ചേർത്ത് നിർത്തി കാലി തൊഴുത്തിൽ പോലും ഒരുമയോടിരിക്കുന്ന ഒരു കുടുംബത്തെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇതിലേതാണ് എൻ്റെ കുടുംബം? ഇതിലേതാണ് എൻ്റെ കുടുംബം? എന്നാൽ വരും തലമുറയിലേക്ക് നോക്കിയാൽ മതി എന്താണ് ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് എന്ന്. ആദ്യം ഏദൻ എന്ന പത്രത്തിൻ്റെ കോൺസിക്വൻസസ്, അവരുടെ മക്കൾ, ആ മാതാപിതാക്കൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു? ദൈവസന്നിധിയിൽ അനുസരണമില്ലാത്തവരായിരുന്നു. അവരുടെ മകനായ കയീനും ദൈവം യാഗമർപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചു. നല്ലതിനെ അവൻ ഒളിച്ചു വെച്ചു. എന്നിട്ട് അവൻ ദൈവസന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. സഹോദരൻ എവിടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ അവനെ സ്വയം ന്യായീകരിച്ചു. ദൈവസന്നിധിയിൽ അവൻ അവൻ്റെ സഹോദരൻ്റെ മേൽ പഴിചാരി. എന്നാൽ നസ്രത്തിലെ കുടുംബത്തിലോ ദൈവപുത്രനും ഉണർവുള്ളവനായിരുന്നു. അനുദിനം ഭൂമിയിലും ദൈവശബ്ദം ശ്രവിക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം സ്വയം അവൻ ശബ്ദം കേൾക്കുവാൻ തയ്യാറായിരുന്നു. പൂർണ്ണാനുസരണത്തോടുകൂടി ദൈവപുത്രനായിരിക്കുമ്പോഴും ജഡത്തിൽ സകല കഷ്ടവും ഏൽക്കുവാൻ തക്കവണ്ണം അവനെ തന്നെ താഴ്മയുള്ളവനാക്കിയാണ് ആ മാതാപിതാക്കളുടെ മകനായിട്ട് വളർന്നത്. വീണ്ടും നമുക്ക് കാണാം, ഇവിടെ ഔസേപ്പും മറിയാമും മുറിക്കപ്പെടാൻ ഏൽപ്പിച്ചപ്പോൾ, പരസ്പരം ശുശ്രൂഷ ചെയ്യുവാൻ അവർ തയ്യാറായപ്പോൾ, അവർ പരസ്പരം ചേർത്ത് നിർത്തിയപ്പോൾ പുത്രൻ തമ്പുരാനും പാദത്തോളം ഇറങ്ങി ശിഷ്യന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവനെ തന്നെ ഒരുക്കി. അതുപോലെ തന്നെ എല്ലാ കഷ്ടതകളെയും മുറിക്കപ്പെടുവാൻ കാൽവരി ക്രൂശിൽ ഒരു വലിയ ജനതയ്ക്ക് വേണ്ടി മുറിക്കപ്പെടാൻ തയ്യാറാകുകയാണ്. നമുക്കെല്ലാം ആരോഗ്യമുള്ള തലമുറയാണ് ഇഷ്ടം. നമുക്കെല്ലാം ദൈവ സ്വഭാവമുള്ള മക്കളെയാണ് ഇഷ്ടം. നമുക്കെല്ലാം ദൈവത്തെ, യേശു കുഞ്ഞിനെ പോലത്തെ കുഞ്ഞുങ്ങളെയാണ് ഇഷ്ടം. അവരുടെ തലമുറ അങ്ങനെ ആയിരിക്കണമെന്നാണ് ഇഷ്ടം. ആ തലമുറ അങ്ങനെ ആകണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പത്രമായി തീരണം. കർത്താവെ, പരിശുദ്ധമായ ഈ നോമ്പിൻ്റെ അവസരത്തിൽ എൻ്റെ കർത്താവിൻ്റെ പത്രമായിട്ട് എന്നെ തന്നെ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ ആക്കി തീർക്കണമേ. ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ, ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുവാൻ, ഹൃദയപൂർവ്വം ചേർന്നിരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾക്ക് സാധിക്കണം. അതിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവവുമായും മനുഷ്യനുമായിട്ടും 3 C's വേണമെന്ന് പറയും. ഒന്നാമതായിട്ട് കമ്മ്യൂണിക്കേഷൻ, രണ്ടാമതായിട്ട് കമ്മിറ്റ്മെൻറ്റ്, മൂന്നാമതായിട്ട് കോംപ്രമൈസസ്. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ. ക്രിസ്തുവിൻ്റെ പത്രമായി തീരണമെങ്കിൽ ആ പത്രത്തിന് ദൈവവുമായിട്ട് നിരന്തരമായ ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, വ്യക്തി പ്രാർത്ഥന, ദൈവസന്നിധിയിൽ മൗനമായി ഇരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതേസമയം തന്നെ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതവുമായിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ എനിക്കുണ്ടായിരിക്കണം. എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ തയ്യാറാകണം. 2, കമ്മിറ്റ്മെൻറ്റ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കെല്ലാം കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. ദൈവത്തോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എന്നെയും നിങ്ങളെയും ക്രിസ്തു അനുഭവത്തിൽ ക്രിസ്ത്യാനിയായി ദൈവം മുദ്ര കുത്തിയപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ ഞാൻ ജനിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപ് എന്നെ കണ്ട ദൈവത്തോട് എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ദൈവം എനിക്ക് തന്ന ജീവിതത്തോടും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. തിരികെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ഇതാ ഞാൻ എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു കമ്മിറ്റ്മെൻറ്റ് തലമുറയുടെ മുൻപിൽ ദൈവത്തോട് വേണം. കോംപ്രമൈസസ്, ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ അനേക കോംപ്രമൈസുകൾ നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറില്ല. കാരണം നമ്മുടെ എല്ലാം ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുകയാണ്. എന്നാൽ ഒരു കുടുംബ ജീവിതം അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അക്കോമഡേഷനാണ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് നൽകിയിരിക്കുന്ന ജീവിത പങ്കാളിയെ ബലഹീനതയോടുകൂടി സ്നേഹിക്കുവാൻ, ബലഹീനതകളോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ, ബലഹീനതയോടെ പരസ്പരം മുറിയപ്പെടുവാൻ, ചില ആഗ്രഹങ്ങളെയൊക്കെ താത്തുവെക്കുമ്പോൾ മാത്രമാണ് മക്കളുടെ മുൻപിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രം ആയിത്തീരുന്നത്. അവരുടെ മുൻപിൽ ക്രിസ്തുവിൻ്റെ അടയാളം, ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിൻ്റെ അടയാളം നമുക്ക് കാട്ടിക്കൊടുക്കാൻ സാധിക്കണം. എന്താണ് ക്രിസ്തുവിൻ്റെ അടയാളം? അവൻ അടയാളം ഒന്ന് മാത്രമാണ്. അവൻ്റെ പഞ്ചമുറിവുകളാണ് ഇപ്പോൾ അവൻ്റെ മുൻപിൽ നിൽക്കുന്ന, ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന വലിയ അടയാളമാണ് കർത്താവിൻ്റെ പഞ്ചമുറിവുകൾ. കൈകളിലെയും കാലുകളിലെയും എൻ്റെ വിലാപിലേക്ക് നിൻ്റെ കൈ കൊണ്ടുവരിക എന്ന് തോമസ് സ്ലീഹായോട് പറഞ്ഞ ആ അടയാളം ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ അടയാളം? അവൻ്റെ കൈകളിൽ മുറിപ്പാടുകൾ ഉള്ള പോലെ ഒരു ക്രിസ്ത്യാനിക്ക് ദാനം ചെയ്യുന്നതിൻ്റെ പാടുകൾ അവൻ്റെ കയ്യിൽ ഉണ്ടാകണം. നോമ്പുകാര, നോമ്പ് സമയത്ത് നിനക്കുള്ളതിനെ മാറ്റിവെച്ച് ഇല്ലാത്തവന് കൊടുക്കുവാൻ നിനക്ക് സാധിക്കാറുണ്ടോ? പലപ്പോഴും നമ്മൾ പറയും ഉള്ളവർ കൊടുക്കട്ടെ,
എല്ലാവരും ഉള്ളവർക്ക് കൊടുക്കാമല്ലോ, നമുക്കുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പലപ്പോഴും മാറ്റി നിർത്തുമ്പോൾ എൻ്റെ എന്തെങ്കിലും സുഖങ്ങൾ ഞാൻ മാറ്റിവെക്കാറുണ്ടോ എന്ന് ചിന്തിക്കണം. എൻ്റെ ശമ്പളത്തിൽ നിന്ന്, എൻ്റെ നിശ്ചിത വരുമാനത്തിൽ നിന്ന് ഇല്ലാത്തവനെ കൂടെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. പണിക്കാരൻ പണി ആയുധവുമായിട്ട് വയലിനെ അന്വേഷിച്ച് പോകുന്നത് പോലെ ആവശ്യക്കാരനെ അന്വേഷിച്ച് ചെന്ന് ദാനം ചെയ്യുവാൻ ഒരു ക്രിസ്ത്യാനിയുടെ കൈകൾക്ക് അത് അടയാളമായിരിക്കണം. ക്രിസ്തുവിൻ്റെ കാലിലെ പാടുകളെ പോലെ ഒരു ക്രിസ്ത്യാനിയുടെ കാലിൽ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ പാടുകൾ ഉണ്ടായിരിക്കണം. വലിയ വലിയ മീറ്റിങ്ങുകളിലും വലിയ വലിയ പ്രാർത്ഥനയോഗങ്ങളിലും ഒന്ന് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടോ വലിയ വലിയ കമ്മിറ്റികളിലൊക്കെ ഘോരഘോരം പറയുന്നതോ അല്ല ക്രിസ്ത്യാനിയുടെ അടയാളം. മറിച്ച് ശുശ്രൂഷ മനോഭാവം, വിട്ടുകൊടുക്കലിൻ്റെ മനോഭാവം, താഴ്ന്നു കൊടുക്കലിൻ്റെ മനോഭാവം, എളിമയുടെ മനോഭാവം കുടുംബങ്ങളിൽ തന്നെ ആരംഭിക്കണം. താഴ്ന്നു കൊടുക്കലും വിട്ടുകൊടുക്കലും ഒക്കെ ഒരു ക്രിസ്ത്യാനികളുടെ കാലിൻ്റെ ശുശ്രൂഷയുടെ അടയാളമായിരിക്കണം. 3, കർത്താവിൻ്റെ വിലാപിലുള്ള മുറിവുകളെ പോലെ ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ കലർപ്പില്ലാത്ത സ്നേഹമുണ്ടായിരിക്കണം. കലർപ്പില്ലാത്ത സ്നേഹം, വഞ്ചനയില്ലാത്ത സ്നേഹം ദൈവത്തോടും മനുഷ്യനോടും എനിക്കുണ്ടോ? ഓരോ നോമ്പിലും ആവർത്തിക്കില്ല കർത്താവേ എന്ന് പറയുന്ന തെറ്റുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കാറുണ്ടോ? എൻ്റെ ദേഷ്യം, ഇനി ചീത്ത സംസാരങ്ങൾ ഞാൻ സംസാരിക്കുകയില്ല, ഇനി കോപത്തോടെ ഞാൻ അലറുകയില്ല, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതുണ്ടാകുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ വിലാവിൻ്റെ മുറിവുകൾക്ക് കൂടുതൽ വേദനകൾ കൊടുക്കുവാൻ മാത്രമാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്ക് സാധിക്കുന്നത്. നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ ഗദരദേശത്തേക്ക് കർത്താവ് ചെല്ലുമ്പോൾ ഒരു പിശാച് ബാധിതനായവൻ കല്ലറകൾക്കിടയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. അവൻ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ അടുക്കലേക്ക് വരുന്നതെന്ന്. പലപ്പോഴും നമ്മുടെ ഒരു ആത്മീയ അവസ്ഥ എന്ന് പറയുന്നത് കല്ലറകൾക്കുള്ളിലാണ് നമ്മൾ ഇപ്പോഴും താമസിക്കുന്നത്. ഞാൻ തന്നെ തീർത്തിരിക്കുന്ന പാപത്തിൻ്റെ കല്ലറ, എൻ്റെ ദുശാഠ്യത്തിൻ്റെ കല്ലറ, എൻ്റെ അഹങ്കാരത്തിൻ്റെ കല്ലറ. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആ ചെറുപ്പക്കാരൻ്റെ കൈയും കാലും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവനെ തന്നെ വേദനിപ്പിച്ചിരുന്നു എന്നാണ് വചനം പറയുന്നത്. നമ്മൾക്കും ചില ബന്ധനങ്ങളുണ്ട്. അതെന്താണെന്നറിയോ? നമ്മുടെ മാറാത്ത സ്വഭാവങ്ങളാണ്. കർത്താവ് അവൻ്റെ മേലുള്ള അശുദ്ധാത്മാവിനെ പന്നിക്കൂട്ടത്തിലേക്ക് എറിഞ്ഞതുപോലെ, കർത്താവെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളെയും അവിടുന്ന് തന്നെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ പരദേശിയായിട്ട് പാർക്കുന്ന ഈ വീട്ടിൽ കർത്താവിൻ്റെ ചട്ടങ്ങൾ നമുക്ക് കീർത്തനങ്ങളായിരിക്കണം. ഈ നോമ്പ് കാലത്ത് പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ, പ്രതീക്ഷകൾക്കൊത്ത് ഉയരുവാൻ, സകലത്തെയും ദൈവഹിതപ്രകാരം മനസ്സിലാക്കുവാൻ ദൈവത്തോട് ആലോചന ചോദിക്കാൻ നമുക്ക് സാധിക്കണം. 2, ക്രിസ്തുവിൻ്റെ പത്രം ആകാൻ സാധിക്കണം. ആയതിന് ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ തിരിച്ചറിയാം. ഇറ്റ് ഈസ് എ ടൈം ഓഫ് റിന്യൂവൽ, ഒരു പുതുക്കം. ഇത് ദുഷ്കാലമാണ്. ഇനി നമ്മളുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. കർത്താവെ, എന്നെ ഒന്ന് പുതുക്കണമേ. പുതുക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണമെന്നറിയോ? ലെറ്റ്സ് റീവാലുവേറ്റ് അവർ സെൽഫ്. നമ്മളെ തന്നെ ഒന്ന് റീവാലുവേറ്റ് ചെയ്യുക. കർത്താവെ, എവിടെയാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് കുറവുണ്ട്, എൻ്റെ മാതാപിതാക്കൾക്ക് കുറവുണ്ട്, എൻ്റെ സഹോദരങ്ങൾക്ക് കുറവുണ്ട്, പക്ഷെ എവിടെയാണ് എന്നിലുള്ള കുറവ്? ലെറ്റ്സ് റീവാലുവേറ്റ് അവർ സെൽഫ്. നമ്മളെ തന്നെ ഒന്ന് റീവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ റിപ്പൻറ്റ് ചെയ്യാൻ ഏൽപ്പിക്കാം. കർത്താവെ, ഞാൻ ഭൂമിയോളം എൻ്റെ തലകളെ കുനിച്ച് കുമ്പിടുമ്പോൾ എന്നെ തന്നെ നിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണ്. പിതാക്കന്മാർ പറയുന്ന പോലെ ആത്മശരീര മനസ്സുകളെ നമുക്ക് സമർപ്പിക്കാം. ഒളിവായി നോക്കാതെ നമ്മുടെ കണ്ണുകളെയും, വഞ്ചന കേൾക്കാതെ കാതുകളെയും, മോശമായത് സംസാരിക്കാതെ നാവിനെയും, ഹൃദയത്തിൽ നല്ല വിവേകവും വരും തലമുറയ്ക്കുണ്ടാകുവാൻ നമ്മളിൽ തന്നെ ആരംഭിക്കാം ആ ഒരു വലിയ ആത്മതപനം. എന്നിട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്യാം, നമ്മെ തന്നെ ഒന്ന് പുനഃപ്രതിഷ്ഠിക്കാം. കർത്താവെ, വീണ്ടും ഞങ്ങൾ പോകില്ല. ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ക്രിസ്തുവായി ജീവിക്കുവാൻ, നസ്രത്ത് എന്ന പത്രം പോലെ ആകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് റീജനറേറ്റ് ചെയ്യാം, പുനരുജ്ജീവിപ്പിക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്താണ്? നമ്മൾ ആയിരിക്കുന്ന രഥത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. നമ്മളൊക്കെ ആരോ ആണ് എന്ന് പറയുന്ന രഥമുണ്ടല്ലോ, ആ രഥത്തിൽ നിന്ന് കർത്താവേ എന്നെ താഴേക്ക് ഇറക്കണമേ. നിന്റെ മുഖഭാവം, ഞാൻ പരദേശിയാണ്, ഈ ലോകത്തിൽ ഞാൻ പരദേശിയാണ്, ഈ ദേശത്ത് ഞാൻ ആയിരിക്കുന്നത് നിന്റെ കൃപയാലാണ്. ദൈവമേ, നിന്റെ മനസ്സാണ്, നിന്റെ ദയയാണ് ഞാൻ പ്രശംസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ നീതിയിലും ദൈവത്തിൻ്റെ ദയയിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കണ്ണടച്ച് തുറക്കും മുമ്പ് പോകുന്നതാണ്. കർത്താവിൽ പ്രിയരെ, നമ്മൾ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ
കർത്താവിൻ്റെ ചട്ടങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും കീർത്തനങ്ങളാവുമ്പോൾ മാത്രമാണ് വരും തലമുറയുടെ മുൻപിൽ നല്ല മാതൃകയുള്ള മാതാപിതാക്കളെന്നും നല്ല മാതൃകയുള്ള വ്യക്തിത്വങ്ങളെന്നും നല്ല മാതൃകയുള്ള ദേവാലയങ്ങളെന്നും ഒക്കെ പറയാൻ നമുക്ക് സാധിക്കുന്നത്. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധമായ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്ത് കർത്താവെ മേലിൽ ആവർത്തിക്കില്ല എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞ് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ ഇനി ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല കർത്താവെ, എങ്കിലും നിന്റെ കൃപ വെട്ടിമാറ്റും മുൻപ് ഒന്ന് വളമിടാൻ, ഒന്ന് വെള്ളം കോരാൻ, ഒന്ന് തടമെടുത്ത് നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പരീക്ഷണങ്ങൾ ഒന്നും തന്നെ നമ്മെ നശിപ്പിക്കുവാനല്ല, മറിച്ച് കൂടുതൽ പുനർജീവിപ്പിക്കുവാനാണെന്നുള്ള നല്ല ബോധ്യത്തോടുകൂടി ക്രിസ്തുവിന് പത്രമായി തീരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിൽ ഒന്നിച്ചായിരിക്കാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തെ കോടാനുകോടി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആയതിന് അവസരം നൽകിയ ഇടവകയുടെ വികാരിയച്ഛൻ, സഹവികാരിയച്ഛൻ ഉള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇടവകയുടെ കമ്മിറ്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നോമ്പ് ജയത്തിൻ്റെ അടയാളമാണ്. ശത്രുവായ സത്താൻ്റെ മുൻപിലുള്ള തോക്കാത്ത ആയുധമായതിനാൽ വെടിപ്പോടെ നോമ്പ് നോക്കി നമ്മുടെ തലമുറയും മാലാഖമാരോടൊപ്പം കലർന്നിരിപ്പാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതവും മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു.